ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ വീണ്ടും ആരോപണമായി എൻ പ്രശാന്ത് IAS. വിവിധ വകുപ്പുകളിൽ താൻ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷകൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധ നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് ആരോപണം. ഇതിനായി പണിമുടക്ക് ദിവസം സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർമാരെ വിളിച്ചു വരുത്തിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ എൻ പ്രശാന്ത് പറയുന്നു. സലീം മാലിക് തിരുവനന്തപുരത്ത് ചെയ്യുന്നു. സലീം, ഈ ജയതിലകിനെതിരെ എൻ പ്രശാന്തിന്റെ ശീതയുദ്ധം തുടരുന്നു. ഈ പല കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട് വിവിധ വിവരാവകാശ രേഖകൾ വിവിധ വകുപ്പുകളിൽ നിന്ന് ആവശ്യപ്പെട്ടു. ഇതൊന്നും നൽകരുതെന്ന് ജയതിലക് ഇവർക്ക് നിർദ്ദേശം നൽകി, SIOമാർക്ക് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ ആരോപണത്തിന്റെ ആധികാരികത എന്താണ്? ഇതിലെന്തെങ്കിലും രീതിയിലുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ടോ? സുഹൈലി, IPS തലപ്പത്തെ പോര് അത് ഈ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ഉയർന്നു വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല എൻ പ്രശാന്ത് IAS ഫേസ്ബുക്കിലൂടെ ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് പുതിയ ആരോപണം. ഇന്ന് പണിമുടക്ക് ദിവസം ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ വിളിച്ചു വരുത്തി എന്നൊരു ആരോപണം ഉയർത്തിയിരിക്കുന്നത്. ആ ആരോപണത്തിൻ്റെ ആധികാരികത സംബന്ധിച്ച് നമുക്ക് വലിയ വിവരങ്ങളൊന്നുമില്ല. നമുക്ക് അങ്ങനെ അത്തരത്തിലൊരു വിളിച്ചു വരുത്തിയതായ വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്നതനുസരിച്ച് അങ്ങനെ ഇന്ന് ജയതിലക ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം ഈ വിവരാവകാശ നിയമപ്രകാരം നൽകിയിട്ടുള്ള അപേക്ഷകളിൽ നിയമവിരുദ്ധമായ നിർദ്ദേശങ്ങൾ നൽകി എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എൻ പ്രശാന്ത് IAS അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും എ ജയതിലകിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന എന്ന നിലയിലുള്ള വിവിധ വിവരാവകാശ രേഖകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഡസനിലധികം വിവരാവകാശ അപേക്ഷകളാണ് കൊടുത്തിരിക്കുന്നത്. അത് പല വകുപ്പുകളിലായാണ് കൊടുത്തിരിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള അപേക്ഷകളിൽ പരമാവധി കാലതാമസം വരുത്തിക്കുക, ചില മുട്ടാപ്പോക്ക് വാദങ്ങൾ പറഞ്ഞുകൊണ്ട് അത് കൊടുക്കാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇനി കൊടുക്കാൻ നിർബന്ധിതമാകുന്നുവെങ്കിൽ അത് തന്നെ കാണിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നൽകാവൂ എന്ന നിർദ്ദേശവും നൽകി എന്നുള്ളതാണ് എൻ പ്രശാന്ത് IASന്റെ ആരോപണം. ഒപ്പം ഇതിലേറ്റവും ഒടുവിലായി അദ്ദേഹം പറയുന്നത് ആ നിലയിൽ ഒരു തരത്തിലും ഇടപെടാനുള്ള അതോറിറ്റി എ ജയതിലകന് ഇല്ല. അത് സംബന്ധിച്ച് വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു അധികാരവും അദ്ദേഹത്തിനില്ല. എന്നിട്ടും നിയമവിരുദ്ധമായി ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അങ്ങനെ നിർദ്ദേശം നൽകിയത് പാലിക്കുന്നവർക്ക് അത് പാലിക്കാം. പക്ഷേ അത് അവർ ചുടുചോറ് വാരാൻ പറയുമ്പോൾ അത് വാരാതിരിക്കുന്നതാണ് ബുദ്ധി എന്നുകൂടി എൻ പ്രശാന്ത് IAS പറയുകയും ചെയ്യുന്നു. സുഹൈൽ, എന്തായാലും കളത്തിന് പുറത്തു നിന്നുകൊണ്ട് എൻ പ്രശാന്ത് IAS ജയതിലകിനെതിരെയുള്ള പോര് ഫേസ്ബുക്കിലൂടെ തുടരുകയാണ്. സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.